സമാധാനദായകനാകുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ എൻ്റെ സ്നേഹവന്ദനം ഈ അവസരത്തിൽ അറിയിക്കട്ടെ. ഈ സമയത്ത് അല്പസമയം ആത്മമനുഷ്യൻ്റെ കാഴ്ചപ്പാട് എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് ചില ചിന്തകൾ ഇവിടെ പങ്കുവയ്പ്പാൻ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം പ്രാരംഭത്തിൽ ഞാൻ വായിക്കുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. വീണ്ടും അതിൻ്റെ 17-ാം വാക്യം, നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. അതെ, ആത്മമനുഷ്യൻ്റെ കാഴ്ചപ്പാട് എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് ചില ചിന്തകൾ ഇവിടെ ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഞാനിവിടെ വായിച്ചത് എങ്ങനെയാണ്? 17-ാം വാക്യത്തിൽ, നല്ല വൃക്ഷം ഒക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നാം ലോകത്തിൽ ജീവിക്കുമ്പോൾ ആത്മമനുഷ്യൻ, ഭൗതിക മനുഷ്യൻ, അങ്ങനെ രണ്ട് തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് കാണുവാൻ കഴിയും. ആത്മമനുഷ്യൻ എന്ന് പറയുമ്പോൾ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ ലോകത്തോട് ഇടകലരാതെ, ലോകത്തിലെ കളങ്കങ്ങളും മാലിന്യങ്ങളും ഏൽക്കാതെ, ദൈവഭക്തിയിലും വിശ്വാസത്തിലും ദൈവിക കാഴ്ചപ്പാടിലും മുൻപോട്ട് പോകുന്നവനെയാണ് ആത്മമനുഷ്യൻ എന്ന് പറയുന്നത്. അവന് ലോകത്തിൻ്റെതാകുന്ന താൽക്കാലികതകളൊന്നും സ്വാധീനിക്കുവാനോ കീഴ്പ്പെടുത്തുവാനോ ഇടവരാതെ വണ്ണം ദൈവവചനത്തിൽ പക്വമാർന്ന ഒരു ജീവിതം നയിപ്പാൻ തക്കവണ്ണം ദൈവഹിതപ്രകാരം ഒരുങ്ങുകയും അതിനുവേണ്ടി ക്രമീകരിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരിക്കും ആത്മമനുഷ്യൻ. അപ്പോൾ തന്നെ പിന്നെയും നമുക്ക് കാണുവാൻ കഴിയുന്നത് ഭൗമിക മനുഷ്യൻ. ഭൗമിക മനുഷ്യൻ എന്ന് പറയുമ്പോൾ ദൈവത്തിനോ ദൈവത്തിനുള്ളതിനോ പ്രാധാന്യം കൽപ്പിക്കാതെ ലോകത്തിലും ലോകത്തിലുള്ളതിനും പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് എപ്പോഴും ലോകചിന്തയിൽ നടക്കുകയും ലോകത്തിൻ്റെതാകുന്ന താല്പര്യങ്ങൾക്കായി ജീവിക്കുകയും ചെയ്യുന്നതിനെയാണ് ഭൗതിക മനുഷ്യൻ എന്ന് പറയുവാനിടയായിത്തീരുന്നത്. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ, ആത്മമനുഷ്യൻ്റെ കാഴ്ചപ്പാട് എന്തായിരിക്കണം? ഒന്ന്, ദ സ്പിരിച്വൽ മാൻ ഓൾവേസ് ലുക്ക് അപ്വേർഡ്. ആത്മമനുഷ്യൻ എപ്പോഴും സ്വർഗീയമായതിനെ കാംക്ഷിക്കുകയും സ്വർഗീയമായതിനു വേണ്ടി ആകാംക്ഷയോടെയും പ്രതീക്ഷയോടെയും കാത്തിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ. അല്ലെങ്കിൽ ഞാനിവിടെ പറഞ്ഞതിങ്ങനെയാണ്, ലുക്ക്, അവൻ ഉയരത്തിലേത് ചിന്തിക്കുന്നു. നമ്മുടെ ആത്മിക ജീവിതത്തിൽ നമുക്ക് ദൈവം നൽകുന്ന കാഴ്ചപ്പാട് എന്താകണമെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഒരായുസ് ഒരുപക്ഷെ 70 or 80 കൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ ഈ ആയുസ്സിൽ നാം നേടിയതിനേക്കാൾ വലുതും വിശാലവുമായ മറ്റൊന്ന് ഉണ്ടെന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ, ഒരു ദർശനത്തിൽ ഞാൻ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. അത് പലപ്പോഴും ഈ ലോകത്തിൽ ജീവിക്കുന്ന അനേകർക്ക് കഴിയാതെ പോകുന്നത് കൊണ്ട് ലോകത്തിലും ലോകത്തിലുള്ളതിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ലോകത്തിൻ്റെതാകുന്ന സുഖങ്ങളെ വീക്ഷിച്ച് അതിനനുസാരമായി ജീവിക്കുവാൻ ശ്രമിക്കുകയും ദൈവിക നന്മകൾ വിട്ടൊഴിഞ്ഞ് ലോകമനുഷ്യനായി തീരുകയും ചെയ്യുന്ന പരാജയം നമ്മളിൽ സംഭവിക്കാറുണ്ട്. എന്നാൽ ദൈവവചനം പറയുന്നു, ദ സ്പിരിച്വൽ മാൻ ഓൾവേസ് ലുക്ക് അപ്വേർഡ്. അവൻ ഉയരത്തിലേത് ചിന്തിക്കുന്നു. പിന്നെയും നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്, ദ സ്പിരിച്വൽ മാൻ ഓൾവേസ് വർഷിപ്പ് ദ ലോർഡ്. ദൈവത്തെ സ്തുതിപ്പാനും ആരാധിപ്പാനുമായി ദൈവത്തിനു വേണ്ടി സമയം കൊടുക്കുവാൻ തൽപരനായിരിക്കും ആത്മമനുഷ്യൻ. അല്ലാതെ എക്സ്ക്യൂസുകൾ പറഞ്ഞ് ആരാധനകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയല്ല, പിന്നെയും ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത് ദൈവത്തെ ആരാധിപ്പാൻ തയ്യാറുള്ളവനാണ് ആത്മമനുഷ്യൻ എന്ന് കാണുവാൻ കഴിയും. മൂന്നാമതായി, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് ദൈവത്തോട് ചേരുവാൻ, അതേ ജീവനുള്ള ദൈവത്തോട് ചേരുവാൻ തന്നെ ആഗ്രഹിക്കുന്നു എന്ന ദൈവവചനത്തിൽ, സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ ദൈവസന്നിധിയെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയും ദൈവസന്നിധിയിലെ സന്തോഷം ബലമെന്നെണ്ണുകയും ചെയ്യുന്നവനായിരിക്കും ആത്മമനുഷ്യൻ. പിന്നെയും ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ദ സ്പിരിച്വൽ മാൻ ഓൾവേസ് ഹാവ് ഫെലോഷിപ്പ് വിത്ത് ഗോഡ്. ദൈവവുമായി അഭേദ്യമായ ബന്ധം പുലർത്തുന്നവനായിരിക്കും ആത്മമനുഷ്യൻ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അടുത്തത് പിന്നെയും ഞാനിവിടെ പറയുന്നത്, സ്പിരിച്വൽ മാൻ നെവർ ഹാവ് എനി കംപ്ലൈൻറ്റ്സ്. പലപ്പോഴും ആത്മമനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പരാജയങ്ങളും കുറവുകളും ഒന്നുമില്ലായ്മയും ജീവിതത്തിലുണ്ടെങ്കിലും അതിൻ്റെ നടുവിൽ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, പരാജയം പറയുന്നവനല്ല. മാത്രമല്ല, യഹോവയെങ്കിലേക്ക് നോക്കുകയും അവൻ്റെ മുഖം പ്രകാശിക്കുകയും ചെയ്യും എന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ദോസ് ഹു ലുക്ക് അൻടു ദ ലോർഡ് വിൽ ബി റേഡിയൻറ്റ്. അവരുടെ മുഖം പ്രകാശിക്കുന്നതായി മാറും. മാത്രമല്ല,
ദ സ്പിരിച്വൽ മാൻ ഈസ് ഓൾവേസ് ടച്ച് വിത്ത് ഗോഡ്. ദൈവവുമായി ബന്ധം പുലർത്തുവാൻ അവൻ തയ്യാറാകുന്ന വ്യക്തിയായിരിക്കും. പിന്നെയും ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, സ്പിരിച്വൽ മാൻ ഹംബിൾ ഹിംസെൽഫ് അണ്ടർ ദ മൈറ്റി ഹാൻഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വലുതും വിശാലവുമാകുന്ന കരങ്ങളിൽ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ഈ വാചകങ്ങൾ, ഈ വാക്കുകൾ ഞാനിവിടെ പറഞ്ഞത് വളരെ വിശാലമായ ഒരു ടോപ്പിക്കാണ്. എന്നാൽ അതിൽ നിന്ന് ചില ചിന്തകൾ ഞാനിവിടെ പങ്കുവച്ചു. സ്പിരിച്വൽ മാൻ, ആത്മമനുഷ്യൻ്റെ കാഴ്ചപ്പാട് എന്നതിനെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ നാം ചിന്തിക്കുക. നമ്മൾ ലോകത്തിലും ലോകത്തിനുള്ളതിനും പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്നവരാണെങ്കിൽ നമ്മുടേതാകുന്ന പ്രയോറിറ്റി എന്ത്, നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എന്ത് എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ആയതിനാൽ ദൈവം ഒരുക്കുന്ന അവസരങ്ങൾ ദൈവഭക്തിയോടും വിശ്വാസത്തോടും ആത്മിക ദർശനങ്ങളെ മുറുകെ പിടിച്ച്, മത്തായിയുടെ സുവിശേഷത്തിൽ നാം വായിച്ചതുപോലെ, നല്ല വൃക്ഷമൊക്കെ ഈ നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. പിന്നെയും 14-ാം വാക്യം വായിക്കുമ്പോൾ, ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴിഞ്ഞെരുക്കവുമാകുന്നു, അത് കണ്ടെത്തുന്നവൻ ചുരുക്കമത്രേ. അപ്പോൾ നല്ല ഫലം കായ്ച്ച് ആകാത്തതിനെ വിട്ടൊഴിഞ്ഞ് ദൈവത്തിന് വേണ്ടി ജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം സർവശക്തനാകുന്ന ദൈവം നമ്മേവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. സ്വർഗീയ പിതാവേ, നിൻ്റെ ജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ജീവൻ്റെ വഴിയെ തിരിച്ചറിഞ്ഞ് അതിനനുസാരമായി ജീവിപ്പാൻ ആവശ്യമായ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഈ അവസരത്തിൽ നിൻ്റെ ജനത്തിന് വേണ്ടി സ്വർഗം കൽപ്പിച്ചാക്കണമേ. നിൻ്റെ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലും ഭൂമിക്കും നാഥനാകുന്ന യേശുവിൻ്റെ നാമത്തിൽ ആവശ്യമുള്ള എല്ലാ അനുഗ്രഹങ്ങളും നിൻ്റെ ജനത്തിൻ്റെ മേൽ കർത്താവ് കൽപ്പിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.